അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം വനയാത്ര. വനയാത്രയ്ക്ക് അനുമതി തേടി രാമലക്ഷ്മണന്മാർ സീതാസമേതം താതഗേഹം എത്തി. ഒരു വലിയ ജനാവലി സ്ത്രീ പുരുഷ ബാലഭേദമന്യേ അവരെ പിന്തുടർന്നു വന്നു. സന്തോഷത്തോടെ രാമൻ കൈകേയിയോട് സംസാരിച്ചു നിന്നു. അവർ മൂവർക്കും മരവുരി കൊണ്ടുവന്നു കൊടുത്തു. രാമൻ സന്തോഷത്തോടെ ധരിച്ചു. ജ്യേഷ്ഠൻ്റെ ആംഗ്യത്തെ പരിഗണിച്ചു ലക്ഷ്മണനും ധരിച്ചു. സീത വല്ലാതെ പകച്ച് മരവുരി കയ്യിലേന്തി നിന്നു. രാമൻ അത് വാങ്ങി സീതയുടെ വസ്ത്രോപരി വെച്ചു. കണ്ടുനിന്ന ജനാവലി ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയഭേദകമായി ദുഃഖത്തിലായി. വസിഷ്ഠൻ കോപം കൊണ്ട് ജ്വലിച്ചു ദുർവചനങ്ങളാൽ കൈകേയിയോട് ആക്രോശിച്ചു. എന്തു നിരൂപിച്ച് ലക്ഷ്മണനും സീതയ്ക്കും മരവുരി നൽകി ദുഷ്ടേ? പതിവ്രതധർമ്മം പുലർത്താൻ പുറപ്പെട്ട സീതയ്ക്ക് ഇതിൻ്റെ ആവശ്യമെന്ത്? ആകെ തളർന്നവശനായ ദശരഥൻ അവർ മൂവർക്കും പോകുവാനായി തേര് വരുത്തുവാൻ സുമന്ത്രരോട് പറഞ്ഞു. തേരെത്തി. സുമന്ത്രരോടൊപ്പം മൂവരും യാത്രയായി. ഈ കാഴ്ച കണ്ടു സഹിക്കാനാവാതെ രാജാ ദശരഥൻ നിലംപതിച്ചു വീണ് ദുഃഖ ജൽപ്പനങ്ങളോടെ വലിയൊരു ജനസഞ്ചയം രഥത്തെ പിന്തുടർന്നു. ദശരഥ നിർദ്ദേശപ്രകാരം കൗസല്യയുടെ ഗൃഹത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി. വനയാത്ര തമസാ നദി തീരത്തെത്തി. രാത്രിയിൽ സുമന്ത്രരും ലക്ഷ്മണനും കാവൽ നിന്നു. രാമനും സീതയും ശയനത്തിനായി ഒരുങ്ങി. ഒപ്പം കൂടിയ ജനസഞ്ചയം പിരിയില്ല എന്ന് അറിഞ്ഞ രാമൻ അവരുറങ്ങുന്ന വേളയിൽ സുമന്ത്രരുമായി ആലോചിച്ച് യാത്രയായി. അങ്ങനെ അവരെ ഒഴിവാക്കി. പുലർവേളയിൽ രാമനെ കാണാതെയായവർ ശോകത്തോടെ അയോധ്യയ്ക്ക് തിരിച്ചു. മൂവരും ഗംഗാതടമെത്തി ശൃംഗിവേരത്തിനടുത്തു വന്ന് സ്നാനകർമാദികൾ ചെയ്തു. രാമനും സീതയും ഇരുവുൾ മരച്ചുവട്ടിൽ ഇരുന്നു. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസി തേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദം അകലിക്കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാൾ അമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചൻ അനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷം എന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു
ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗല ദേവതാ വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു. സൽക്കാരമാനം കലർന്നു നിന്നിടിനാനെന്നതു കണ്ടോരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടം ഓർത്തോളം കഠോരശിലേഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാപതിവൃതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകെന്നേ വരൂ. ഇതം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. യുദ്ധമുക്ത്വാ രാമവക്രാംബുജം പാർത്തു. പുത്രാ ഹാ രാമാ സൗമിത്രേ ജനകജേ. രാമാ രാമാ ത്രിലോകാഭിരാമാംഗ. ഹാ ഹാ മമ പ്രാണസമാനാ മനോഹരാ. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭനാകിയ രാമനും. മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. കാണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന
തേർ നടത്തിടിനാൻ. ഭൂപനും നിൽക്കെന്നു ചൊന്നാൻ. രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായിതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവതിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമ ദയാനിധേ. സൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായില്ലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും. സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചതാ. ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാരന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരും ആയി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കും എന്ന് ഏവരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാൽ അയക്കയും ഇല്ലിവർ. കാര്യത്തിനും വരും വിഘ്നം എന്നാൽ ഇവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ. പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരും ഒരുമിപ്പിച്ചിതന്നേരം രാഘവന്മാരും ജനകതനുജയും. തേരിലേറിടിനാരേതും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം. സുമന്ത്രരും ചറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ
തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടില്ല രാമനെയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരമ്പുക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു അനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരെ വിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനൂജയും ശിംശിബാമൂലെ സുഖേന വാണിടിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.